വീണ്ടും വാർത്തകളിലേക്ക് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി പരാതി നൽകിയിരിക്കുകയാണ്. നേരത്തെ ആ വെളിപ്പെടുത്തൽ അത് പുറം ലോകത്തെ അറിയിച്ചത് ബൽറാമാണല്ലോ. ഇപ്പോൾ അവരത് പരാതിയായി കൂടി നൽകിയിരിക്കുന്നു. അതിനുശേഷം അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ബൽറാം? ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ശ്രീലേഖ മിത്ര പരാതി നൽകിയിരിക്കുകയാണ്. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇടപെടലുണ്ടായി, ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചു എന്നതടക്കം ആ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ പരാതി നൽകിയതിന് ശേഷം ഈ ശ്രീലേഖ മിത്രയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നോ ബൽറാം? ഉന്മേഷ പരാതി നൽകിയ കാര്യം അവർ സ്ഥിരീകരിച്ചു. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ പരാതി നൽകേണ്ടതില്ല, ഇത് തുറന്നു കാണിക്കുക മാത്രം മതി, ജനങ്ങളെ അറിയിക്കുക എന്താണ് ഇത്തരത്തിൽ പ്രവർത്തിച്ച ആളുകൾ, ഏത് തരത്തിലാണ് അവരുടെ നടപടി ഉണ്ടായത് എന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് തനിക്ക് ഉണ്ടായത് എന്ന്. ബൽറാം, ഒരു നിമിഷം ബൽറാം തുടർന്നോളൂ. ഒരു നിമിഷം ബൽറാം. ഇപ്പോൾ മറ്റൊരു വിവരം കൂടി വരുന്നത് കൊച്ചി സിറ്റി പോലീസിന്റെ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നു എന്നുള്ളതാണ്. ഈ പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്നതിന്റെ കൂടിയാലോചനയ്ക്ക് വേണ്ടി കൊച്ചി സിറ്റി പോലീസിന്റെ യോഗം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തും. ബൽറാം തുടർന്നോളൂ. ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്നവരെ തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ് തന്റെ നിലപാടെന്നും, എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകുന്നില്ല ഈ വിഷയത്തിൽ എന്നുമാണ് ശ്രീലേഖ മിത്ര നിലപാടെടുത്തിരുന്നത്. പ്രത്യേകിച്ചും തനിക്ക് നേരെയുണ്ടായത് ലൈംഗിക അതിക്രമം. ബൽറാം, ഒരു നിമിഷം ബൽറാം. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, അപ്പോൾ കൊച്ചി സിറ്റി പോലീസിന് അടിയന്തര യോഗം ചേരുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ഈ പരാതി ലഭിക്കുന്നു. അല്പസമയം മുമ്പ് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് പരാതി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷൻ നേതൃത്വത്തിലായിരിക്കും അന്വേഷിക്കുക, അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുമോ എന്ന്. ഇതിലൊരു വിശദമായ പരിശോധന ആവശ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ കൊച്ചി സിറ്റി പോലീസ് ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് നിലവിൽ യോഗം പുരോഗമിക്കുന്നത്. DCP അടക്കമുള്ളവർ ഈ യോഗത്തിൽ ഉണ്ട് എന്നും ലഭ്യമാക്കുന്നു. എന്ത് തുടർ നടപടിയായിരിക്കും സ്വീകരിക്കേണ്ടത്, എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രാഥമിക അന്വേഷണം, ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം നിലവിൽ ഈ യോഗം കൂടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ യോഗം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ്, ഈ പരാതി ആരായിരിക്കും ഇതിൽ ഒരു ശക്തമായ തുടരന്വേഷണം നടത്തേണ്ടത്? ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണോ, അതല്ല എങ്കിൽ കൊച്ചി സിറ്റി പോലീസിന് ലഭിച്ച പരാതിയാണ്, കൊച്ചി സിറ്റി പോലീസിന്റെ കീഴിൽ ആണ് ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കുറൻസ് കടവന്ത്രയിലാണ്, അതുകൊണ്ട് കടവന്ത്ര പോലീസിന് കൈമാറി അവരാണ് ഇതിൽ FIR എടുത്ത് തുടരന്വേഷണം നടത്തേണ്ടത്? അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന്മേലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഈ യോഗമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിലൊരു അന്വേഷണം ഉണ്ടാകും. അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതല്ല. അതില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം പരാതി കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. തനിക്ക് നേരിട്ട കാര്യങ്ങൾ അക്കമിട്ട് ശ്രീലേഖ മിത്ര ഈ പരാതിയിൽ നിരത്തിയിട്ടുണ്ട്. തനിക്ക് ടിക്കറ്റ് അടക്കം നിഷേധിച്ചു. തന്നെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ഈ രഞ്ജിത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ്. അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ജോഷി ജോസഫ് എന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്ന് താമസിച്ചത്. പിറ്റേ ദിവസം ജോഷിയുടെ സഹായത്താലാണ് താൻ കൊൽക്കത്തയിലേക്ക് പോയത് എന്നവർ വ്യക്തമാക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ വെളിപ്പെടുത്തലിന് സാഹചര്യം ഇത് തുറന്നു പറയണമെന്ന് താൻ കരുതിയിരുന്നു. അതായത് ഒരുപാട് പേർക്ക് കരുത്താകാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ്. പിന്നീട് ഈ രഞ്ജിത്ത് ഒരു അക്കാദമി സ്ഥാനം വഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു, എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു റിട്ടേൺ കംപ്ലൈന്റ് നൽകാത്തത്? ഇതൊരു ആരോപണം മാത്രമല്ലേ? നമുക്കറിയാം, സജി ചെറിയാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പോലും, സിനിമാ മേഖലയിലെ പ്രധാനികൾ പോലും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു റിട്ടേൺ കംപ്ലൈന്റ് നൽകുന്നില്ല എന്ന് എത്രയോ തവണ ചോദിച്ചതാണ്. അതിനുശേഷം അന്വേഷിക്കാമെന്ന് സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചാൽ സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി നിയമപ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതി ക്ലോസുകൾ പ്രകാരം, മുൻവിധികൾ പ്രകാരം
കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് പോലീസ് തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് താൻ ഇത്തരത്തിൽ പരാതി നൽകുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരത്തിൽ പരാതി നൽകണം, സ്ത്രീ പ്രവർത്തകരിൽ നിന്ന് ഇത്തരത്തിൽ പരാതി നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ താൻ പരാതി നൽകുന്നു എന്നവർ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിമിനൽ നടപടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ വേണമെന്നവർ ആവശ്യപ്പെടുന്നു. 354, 354A വകുപ്പുകൾ പ്രകാരമുള്ള നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇനി അതിന്മേൽ ഏത് വകുപ്പുകൾ, കൂടുതൽ വകുപ്പുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ വകുപ്പുകൾ മാത്രമാണോ പോലീസ് ചുമത്തുക എന്നുള്ളതെല്ലാം FIR എടുത്ത ശേഷമായിരിക്കും വ്യക്തമാകുക. കേസെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കേസെടുക്കാതെ പോലീസിന് പോകാനാവില്ല. കാരണം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ പരാതി. അതിന് സാക്ഷികളുണ്ട്, നടന്ന സ്ഥലമുണ്ട്, എല്ലാം വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് കേസെടുക്കാതെ പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന പശ്ചാത്തലത്തിൽ ആരായിരിക്കും കേസ് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ഒരു ചെറിയ സാങ്കേതികമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉന്മേഷം. വിഷ്ണു, ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സർക്കാർ നിലപാടെന്ന് പറയുന്നത്, മന്ത്രിമാരുടെ ഒക്കെ പ്രതികരണം എന്ന് പറയുന്നത്, അത്തരത്തിലൊരു പരാതി കിട്ടിയാൽ മാത്രം നടപടി എന്നുള്ളതായിരുന്നല്ലോ, ആരോപണം എന്ന് മാത്രം പറഞ്ഞൊഴിയുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ പരാതിയുടെ രൂപത്തിലേക്ക് ഇത് വരുന്നു. ഇപ്പോൾ പോലീസിന്റെ അടിയന്തര യോഗം എന്നുകൂടി പറയുമ്പോൾ അതിന് മറ്റൊരു തലം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൈവരികയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ പോലീസിന് അടിയന്തരമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ വിഷ്ണു. ഉന്മേഷ്, തീർച്ചയായും അടിയന്തരമായ ഒരു ഇടപെടൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നടത്തേണ്ടതുണ്ട്. സർക്കാർ ഒരുപക്ഷെ പോലീസിന്, ആഭ്യന്തര വകുപ്പ് ഒരുപക്ഷെ പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശമായിരിക്കും നൽകുക എന്ന് നമ്മൾ കരുതുന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ആണ് ഈ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം ഉയർന്നു വരുന്നത്. ആ ഘട്ടത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിലായി, ഈ രാജിക്കെല്ലാം മുമ്പ് പ്രതികരിച്ചത് ഇതൊരു ആരോപണം മാത്രമാണ്, പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം എന്നാണ്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, ഇനി പോലീസിന് അന്വേഷിച്ചേ മതിയാകൂ. കേവലം ഒരു അന്വേഷണത്തിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു പരാതിയല്ല ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്നതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2009 ഈ കേസ് നടന്നതെങ്കിൽ പോലും നമുക്ക് മറ്റ് കേസുകൾ, കേരളത്തിൽ നടന്ന മറ്റ് കേസുകളുണ്ട്. ചില കേസുകളൊക്കെ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് ശേഷം പരാതി നൽകി പിന്നീട് കേസുകൾ എടുത്ത്, ഫ്രാങ്കോ മുളക്കലിനെതിരെയുള്ള കേസുകളൊക്കെ അങ്ങനെയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷമാണ് ആ പരാതി വരുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി, FIR ഇട്ടു. കുറച്ച് കാലതാമസം എടുത്തെങ്കിൽ പോലും FIR ഇട്ടു, അന്വേഷണം നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കേസെടുക്കാതെ പോലീസിന് മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. കാരണം അത്രയും അത് ഈ പരാതിയുടെ ഒരു മെറിറ്റായി നമ്മൾ കണക്കാക്കുന്നു. കേവലം ഒരു പരാതിയോ കേവലം ഒരു ആരോപണമോ മാത്രമല്ല, എന്താണെന്ന് സംഭവിച്ചതെന്ന് മുതൽ അന്ന ദിവസം താനിവിടെ എത്തിയ കാര്യം മുതൽ അവർ ഈ പരാതിയിൽ കൃത്യമായി വിശകലനം അല്ലെങ്കിൽ എഴുതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് ഒരു കൺഫ്യൂഷനും ഇതിൻ്റെ കാര്യത്തിൽ വേണ്ടതില്ല. ഇനി ചില സാങ്കേതിക നടപടികൾ, അതായത് ഈ പരാതിയിൽ പറയുന്ന ജോഷി ജോസഫിൻ്റെ മൊഴി രേഖപ്പെടുത്തണം, ശ്രീലേഖ മിത്രയുടെ മൊഴി രേഖപ്പെടുത്തണം, മറ്റ് ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളി അദ്ദേഹം അടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന. ഏതായാലും കൊച്ചി പോലീസിന്റെ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ അടിയന്തര